നമ്മൾ അഹമ്മദാബാദ് സൂവിലേക്കാണ് പോകുന്നത്. സൂ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ വരികയാണ്. പോവാണ് നമ്മൾ യാത്രേൻ്റെ അടുക്ക് നമ്മൾ പരിചയപ്പെട്ട 3 ആൾക്കാരെ മർക്കസിലല്ലേ. ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കുകയാണ്. എൻ്റെ ഇതിൽ പെട്ടാണ് കേട്ടോ. ഒരു വ്ളോഗ് എന്നൊക്കെ വേണം പറയാം മലയാളത്തിൽ അല്ല ഇംഗ്ലീഷിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പോവാണോ? അജ്മീറിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് നാളെ അജ്മീറിൽ നിന്ന് കാണാം ഇൻഷാ അല്ലാഹ്. നമ്പറൊക്കെ ഉണ്ടോ? ആരെങ്കിലും നമ്പറുണ്ടോ? ഓ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അഹമ്മദാബാദ് സൂ. കുറെ കുട്ടികൾക്ക് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആവേശത്തിൽ ഓടി വന്നാൽ ഈ വൈക്ക് എല്ലാവരും പോണ്ടി തിരിച്ചാ പോണ്ടി. അപ്പം ഞങ്ങളൊക്കെ തിരിച്ചങ്ങോട്ട് പോകാൻ നിൽക്കണം. ഇല്ല നമുക്ക് ആ സൈഡ് കൂടെ കയറേണ്ടി വരും കാർ. ഇതിൽ നമ്മൾ തിരിച്ചു പോകാണ് കയറ്റില്ല. അല്ല അതിലൂടെ എല്ലാം കയറേണ്ടിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് നടന്ന സ്പീഡിൽ അങ്ങോട്ട് നടക്കുക. അഹമ്മദാബാദ് സൂവിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളോട്ട് കയറിയതാണ്. 560 രൂപ. ഞങ്ങൾ 56 ആൾ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് 10 രൂപ വീതം 560. ഞാൻ കുറേ വീട് എടുക്കാൻ നോക്കിയാണ്. പക്ഷേ ഫോട്ടോ പോവാം. അഹമ്മദാബാദ് സൂ ഫസ്റ്റ് തന്നെ അത് അവരാണ്. അത് ലാസ്റ്റിലേക്കല്ല, ഇവിടുന്ന് ഇതിലൂടെ ഇങ്ങനെ പോകണ്ടേ. അഹമ്മദാബാദ് സൂല് നമ്മളിത് ഓരോന്നിനെ കാണാൻ. അടുത്ത ഭാഗത്ത് കുരങ്ങ്. ഓ ഷഹലേ നീ ഒന്ന് വിളിച്ചോക്കെ. ചിലപ്പം വിളിയോക്കെ. ഫോട്ടോ എടുക്ക. അതെന്നാ ഓ ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇത് സിംഹവാലനാ? ഇതാരാണ്? ഇതൊന്നും ആരും ഇല്ല. ആ പേരുണ്ട്. ഒത്തൊക്കെ നിന്നുണ്ടോ? ഓ ഏണോ? ഏയ് ബോസ് ബാ പോരി. അയ്യേ ചീച്ചി ഇതാരോ ഇതാ അടിയിൽ നിന്ന്. ഖാദർ വാക്കീസാൻ്റെ അപ്പുറമാണ് നമ്മളെ നടത്തം. നമ്മളിങ്ങനെ ഉസ്താദിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഉസ്താദിന് ഒരുപാട് റൂട്ട് മാപ്പാണ്. അവർക്ക് താമസിക്കാനുള്ള മൃഗങ്ങൾക്ക് താമസിക്കാനുള്ള വീടുകളൊക്കെ ഉണ്ടാവും. എന്താണ് യൂസഫ് ജി പറയുന്നത്? വാവ് മയിൽ ഒരു പാട്ട് പാടി തന്നാ വിടർത്തു. ഓയ് ഓയ് എമു ആണത്. എമു ഏയ്
പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ ക്യാമറ കണ്ണിലൂടെ കാണാൻ കഴിയും തോന്നുന്നില്ല. നല്ല കാര്യങ്ങൾ യൂട്യൂബിലേക്കുള്ള നമ്മളെ വലതേ ഭാഗത്ത് കാണുന്നതാണ് പെരും കാടാണ്. സൂനതോ അഹമ്മദാബാദ് സൂ ആണ്, അറിയപ്പെടുന്ന സൂ ആണ്. പക്ഷെ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ഇതെന്താ സർക്കാർ അല്ലെങ്കിൽ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒന്നുകൂടി കെയർ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ശോചനീയാവസ്ഥ ഇതാ ഈ വീഡിയോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു സൂ അല്ലെങ്കിൽ ഈ ജീവികളെ വളർത്തുന്ന ഒരു സങ്കേതം ഇത്രത്തോളം മലിനമായ രീതിയിലേക്ക് മാറ്റി ഇതൊക്കെ നമ്മൾ ഓരോരുത്തർ ഇടപെടേണ്ട വിഷയമാണ്. ജീവികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സങ്കേതത്തിൽ കൊണ്ടുപോയി ഇടുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള കെയറുകൾ ചെയ്യണ്ടേ? അവർ നമ്മളെപ്പോലെ തന്നെ ജീവികളല്ലേ. അപ്പോൾ ഇതൊക്കെ ആളുകളൊന്ന് ഏറ്റെടുക്കേണ്ട വിഷയങ്ങളാണ്. റാസിയെ, എന്താണ് ഇപ്പോൾ സൂവിൻ്റെ നിലവിലുള്ളൊരു അവസ്ഥ? ഇത്ര നേരം കണ്ടിട്ട് എനിക്കതാ തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൂ ഇത് നമ്മൾ കണ്ടതിനനുസരിച്ച് ഇതുവരെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെന്താ, ഒന്നും കൂടി സെറ്റ് ആവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് സെറ്റാണ്ട്? ഇവിടുത്തെ മൃഗങ്ങൾക്ക് കുറച്ച് പോഷകാഹാരങ്ങൾ കൊടുക്കണോ? അതൊന്നല്ല, ഇതുവരെ ഞാനൊരു സിംഹത്തിനെ പോയി കണ്ടിട്ടില്ല. ആട്ട് നടക്ക് ഫുള്ള് കണ്ടില്ലല്ലോ. ഈ സമയത്ത് നിന്നാൻ പാടില്ല, അത് നമ്മൾ വരാൻ പാടില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മുതലൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചളി അടിക്കാണ് കാര്യം. ആൾക്കാർ കാണുന്ന വിഷയം അതാണ് ഇവരുന്നത്. മുതലൊക്കെ ഉറങ്ങുകയാണ്, അപ്പൊ നേരത്തെ വരണോ? മുതൽ ഉറങ്ങുകയാണല്ലോ, ഇറങ്ങി നോക്കാം, അപ്പൊ മനസ്സിലാവും ഏതാ വരൊക്കെ. കടലാമ അവതീശ്വരേ, എന്റെ കാലിന് എത്ര വലിപ്പമുള്ളത്? അവന്റെ കോലിന് എത്ര വലിപ്പമുള്ളത്? അല്ല, സൂ ഒരു സുഖല്ലേ ഉസ്താ? സൂവിന്റെ ഒരു മട്ടത്തിലായില്ലല്ലേ? ആ, ഉസ്താദ് സംഭവമാക്കി പറഞ്ഞും കൂടെ കൊണ്ടുവന്നാണ്. എന്നിട്ട് ആമാ പിടിക്കലാമ. ഇതെന്താണ്? ആടോ മാനോ എന്തേതാണ്? മാൻ. ഓ, ഇതിനൊന്നും വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കില്ലേ? എന്താണിത്? അപ്പോൾ സൂ ഒന്നും കൂടി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് അല്ലേ? എത്രയോ മെച്ചപ്പെടണം. അപ്പോൾ ഇടുക്കി പറഞ്ഞാൽ ഹിന്ദി അറിയെങ്കിൽ നമുക്ക് കുറച്ച് ഹിന്ദിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കാനും. പക്ഷെ അതിനുള്ള സമയമല്ല, അല്ല അതിനുള്ള ഇതില്ല, കാരണം ഹിന്ദി അറിയില്ല. നമ്മൾ സിംഹത്തിനെ കാണാൻ സിംഹം കുറച്ചുകൂടി അപ്പുറത്തേക്ക് കാണും, അപ്പുറത്തേക്ക് പോകണം. സിംഹത്തിനെ കുറിച്ച് ഒന്ന് കമന്റ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, എങ്ങനെയാണ് സിംഹം ആൺസിംഹം എങ്ങനെയാണ്, പെൺസിംഹം എങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് ക്യാമറ കാണുന്നില്ലല്ലോ. അതെ, യഥാർത്ഥ സിംഹത്തിനേക്കാൾ ചിത്രത്തിലാണ്. ആ സിംഹത്തിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു സിംഹം അത് അപ്പുറത്തും ഉണ്ട്, കാണുന്നുണ്ടോ? കറക്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും.
ഒന്നുകൂടെ നോക്കി. ആ ഇതാണ് അക്ബറും സീത. ഏത് അക്ബറും സീത? എവിടെ പറഞ്ഞ അക്ബറും സീതയാണ്? ആ ആ അക്ബറും സീത ഇതാണെന്നുള്ള ചോദ്യമുണ്ട്. ഹാഫിദുസ്താ ആയിക്കോട്ടെ. അതൊന്നുമല്ല ഹൈലൈറ്റ്, വേറൊരു സംഗതി ഉണ്ട്. കടുവ കടുവ കടുവ. സാധനല്ലേ മോനെ മോനെ തിന്നാൻ കിട്ടില്ല. ഒരുമിച്ച് റെഡി 1 2 3 റെഡി 1 ഇപ്പൊ പൊട്ടാമസ്. ഓ അരിക്കൊമ്പനോ ആന വെച്ചിട്ടുണ്ട്. ആനെ പറ്റി എന്താ മാലിക്ക പറയാൻ? ആനക്ക് 5 കാല്. ആനക്ക് 5 കാലുണ്ടല്ലോ. എടെ 5 കാല്. ഈ മുലയൊക്കെ ഉണ്ട് നോക്ക്. മറ്റേ സാധനം ഉണ്ട്, പാല് പിടിക്കുന്ന സാധനം ഉണ്ട്. മുല മുല അതാ ഞാനും പറഞ്ഞ സാക്ക് വെട്ടുന്ന കാണില്ലേ? ചമ്മാസ കണ്ണാടി പോയി നോക്കിയായി നൻസ്. ഞാൻ ഊപ്പനോ? രൂപ രൂപ ഹേ രൂപ 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 ഇധർ ദേഖോ. എണീച്ചിരിക്കാൻ പറയാൻ അതെങ്ങനെ തിന്ന് ജീവിക്കട്ടെ. പുലി പുല്ലും തിന്നൂല, അതാണ് സംഭവം. പുല്ലൊക്കെ ഉച്ചക്ക് ചോറ് നിന്ന് കിടന്നുറങ്ങാൻ സാദിഖ് ഹുസൈനെ പോലെ. ചെറിയോ കൂട്ടില് വലിയൊരു മകൻ. നമ്മളുള്ളത് കരടിയുടെയും മാൻപേടകളുടെയും ഇടയിലാണ്. പാമ്പ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞല്ലേ, അങ്ങോട്ടാ പോട്ടി. ഇനി എന്തൊക്കെ കാണാണ്ടറിയോ? ഓ കഷ്ടപ്പെട്ട് കയറി നീരൊന്നുമില്ലേ? എടിക്കുന്നത് മീനക്കറിയാണ്.
ഇവിടെ വീഡിയോ ബ്ലോഗർ അൻസിലുണ്ട്. അൻസിലെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. പോയി കുളിച്ചോ, മണക്കുണ്ട്. എന്റെ തൊള്ളന്റെ അടിയിൽ മൂക്കായിട്ട് ലക്സ് തന്നെ തേക്കണം. ആശാനം പൊന്നിക്കുകയും ആ വലിച്ചെടുക്കും നോക്ക്. ഒരു ആനയെ വാങ്ങിയതില്ലേ പള്ളിയൊക്കെ വൃത്തിയാക്കാൻ? മൂക്കിട്ട് വലിച്ചാൽ മതി നമ്മളെ പള്ളിയൊക്കെ. നമ്മളെ പള്ളി എന്റെ മൂക്കോട്ടൊക്കെ എല്ലാരും പോയി. എന്താ ഇപ്പൊ നല്ല മഴയാണ് കായ്, നല്ല മഴ. ഓരോ കേറിക്കൊരു കുറച്ചെടുക്കാൻ. നല്ല മഴയത്ത് തണുത്ത കുൽഫി. ആഹാ, ഏതാ ഏതാ ഫ്ലേവർ? ജാക്ക് ഫ്രൂട്ട്. മൊത്തത്തിൽ സീനാണ്. നല്ല മഴയത്ത് ഇറങ്ങാൻ കയറി. ഇല്ല മഴ ഉണ്ട്. ഇല്ല ഓ മഴ പെയ്ത് ഓരോരുത്തർ മേലെ പോലെ നോക്കി. അസ്ലമേ ഇടയ്ക്ക് വെച്ചാൽ നല്ല മഴ പെയ്ത് എല്ലാവർക്കും നല്ല പണി കിട്ടി. ഞാനാണ് കളർ കുപ്പായിട്ടുകൊണ്ട് കഴിച്ചിലായി. തൊപ്പി ഫുള്ള് ചളിയാ എത്തിച്ച്. വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ സേലുദ്ദീനെ പോലെ ആദ്യം. അല്ല സേലിനെ പോലെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നന്നാദ്യം. ചളിയാന്നേ മറ്റെന്തേ കൊളായതിനു ശേഷം പോയി മാറ്റിയ. എന്നിട്ട് ഇതിൽ തന്നെ തീർത്ത് നമ്മളിപ്പോ 3 ദിവസമായിട്ട് ഡ്രസ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നാളെ അലക്കണം. അപ്പൊ എന്തായാലും കൊളായില്ലേ? ആ ഓക്കെ. നമ്മളിതാ ട്രെയിൻ രണ്ടാം ഭാഗം സൂവിന്റെ മറ്റൊരു ഭാഗത്താണുള്ളത്. ആര് സ്റ്റേഷന്? ഏത് സ്റ്റേഷന്? എനിക്കറിയാം. ഇന്നലെ രാത്രി ഞാൻ ട്രെയിനിൽ ചാടി ഇറങ്ങി. എവിടാ മറ്റേ എടോ നമ്മ ബോഗി മാറി കയറിണ്ടിട്ട് ചാടി ഇറങ്ങിയ സമയത്ത് കുട്ടി കുത്തി. ആ നിർത്തുക, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്ത് ഇറങ്ങറിയോ ഇടയ്ക്ക് മുന്നോട്ട് നമ്മൾ ചാടി ഓടണ്ടീനെ. ഞാൻ ബാക്കോട്ട് നിന്ന് കുണ്ടി കുത്തി വേണം. ചെറുതായിട്ട് ആൾക്കാർക്ക് ഞാൻ വന്ന് പിടിക്കാൻ ഞാൻ എണീ ചെട്ടിയോട്ടോ. ഏതായാലും പ്രശ്നമല്ല. പാടത്തിലാണ്, റെയിൽ പാടത്തിലാണുള്ളത്. ഈ തടാകമാണ് ആരുണ്ടായി കൊടുത്തത്? ഷായ. ബോട്ടിംഗ് ഉണ്ട്, കയറിയാലോ? എത്ര റുപ്യ? അല്ല അതിൽ കയറിയാലോ? അതിൽ കയറിയാലോ? ആ ഇതിപ്പോ എന്തിനാ മഴ പെയ്തേ? നമ്മളെ മേത്ത് ചളിയാക്കാൻ. അല്ല മലക്ക് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ അല്ലാണ്ട് ഒരു സംഖ്യയോട് തല്ലാൻ വന്നാണെങ്കിൽ അവരെ കൂട്ടത്തിൽ കൂടിയിട്ട് നമ്മളെ തല്ലാണ് തൊപ്പിടുണ്ട്. അപ്പൊ ഇന്ത്യക്കാരെന്നുള്ള ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് തിരഞ്ഞെടുത്തത്. ബാലൻസിങ് ആണ് മെയിൻ.
ചേലെ എന്താണ് സംഖ്യകള് നമ്മളിപ്പോ കൂടുതൽ നല്ല വിഷമം ഉണ്ടെങ്കിൽ നമ്മള് ധാനാത്വത്തിൽ ലേഖത്വം സ്വീകരിക്കണോണ്ട് അംഗീകരിക്കും. ഇവരൊക്കെ മനസ്സിലൊരു പണ്ടില്ലേ കാല് വാരുന്നത് വരെ അവന്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുത്താൽ നമ്മള് പുറത്തെത്തില്ല. ഒരു ഫോട്ടോ ആ ഭാരത ഏതായാലും ഇപ്പൊ വന്നല്ലേ ഫോട്ടോ എടുത്ത് മുതലാക്കാന്ന്. ഷമ്മാസും ക്യാമറമാൻ ജാബിറും കൂളിംഗ് ഗ്ലാസ് ഇട്ട് മധൂതും സൂര്യന്റെ ലൈറ്റിൽ നിന്നും ഈ ഭാഗങ്ങളിൽ ബ്ലാക്ക് വരുന്നതിനാണ്. തൊപ്പിയായിരുതാ തൊപ്പിയായിരുതാ തൊപ്പി ഓന്റെ അല്ല, കണ്ണട സൺഗ്ലാസ് ഒന്നും ഓന്റെ അല്ല. അവർക്ക് ഒരു പിക്ക ഭാരത അതൊക്കെ കട്ട് ഇതൊക്കെ അതിലുണ്ടാവും. ബ്ലൂ ആൻഡ് ബ്ലൈറ്റ് ബ്ലർ ചെയ്തിട്ട് ഏത് ബാക്ക്ഗ്രൗണ്ടിലെ വണ്ടി? അടുത്ത് ഭാരത ഇത് രസമുണ്ട്. രസമുണ്ട്. ഇതൊക്കെ കോലം വെച്ചാ ഇങ്ങോട്ട് ലാപ്ടോപ്പ് ക്യാമറ എടുക്ക്. വേസ്റ്റ് ബാസ്കറ്റ് എടുത്തത് ഇതെന്താ അറിയുന്ന കമന്റ് കിട്ടുമോ? പോയിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദിൽ സ്നേക്ക് പാമ്പിനെ കാണാൻ പോവാണ്. പാമ്പിന്റെ മാളത്തിൽ പിന്നെ ടൈഗർ വന്നു. അതടന്നോട്ടെ, എനിക്കെന്താ പാമ്പിന്റെ ഓരോ ഐറ്റംസ് പാമ്പിനെ കാണാം. എവിടെ പാമ്പ്? ഇവിടെ ആന്ത ഉടുമ്പല്ലേ? അവിടെ അത്രയും ലൈറ്റ് ഉണ്ടായി. പ്രതിമാണ് അല്ലെങ്കിൽ കയ്യിൽ മനസ്സിലാവും. പാമ്പ് കൊണ്ട പാമ്പ് ഇതൊക്കെ സാധനം അനാക്കൊണ്ട യഥാർത്ഥ അനാക്കൊണ്ട കണ്ട കുട്ടിയാണ്. കുട്ടിയെ മാത്രമാണ് വലിയൊരു ഇത് തന്നെയാണ്. കാണാം നിങ്ങളൊക്കെ കാത്തിരുന്നാണ് അനാക്കൊണ്ട നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ സുരക്ഷ guys.
ബാബാ നമുക്ക് വേണ്ടി റസിലിയോ ചമ്മാസിന്റെ വന്നിട്ട് ചമ്മാസിന്റെ ഒരു കൂടെ കയറുന്നില്ലേ ചമ്മാസിന്റെ നോക്കിയത് ഫുള്ള് സാധന അപ്പുറത്ത് കണ്ട അപ്പുറത്ത് നമ്മ ആക്രമിക്കാൻ ഏത് സമയം മീറ്റർ വരെ ഇതിന്റെ ലെവല് പോകും. അത് പൈപ്പിന്റെ നിങ്ങൾ കാണണം പൈപ്പ് തുറന്നിട്ട് ഇത് പെരുമ്പാമ്പാണോ പെരുമ്പാമ്പോ അല്ലതെന്താ ചെറിയ ഭാഗം ചില ഭാഗമൊക്കെ ചെറുതായി അതായത് തിന്നതിന് ക്ഷീണമാണ് എന്താ തിന്നത് ചിലപ്പോൾ ഒരു മുതലായിട്ട് എടുത്തിട്ടുണ്ടാവും അങ്ങനെ തല ഉണ്ടോ അവിടെ തല ചേർത്ത് തല ഏതാ സാധനം മറ്റേ ഇങ്ങനെ കാലടിക്ക് വലിക്കുന്ന സാധനമാണല്ലോ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല എടാ നമ്മളെ പുഴയിലൊക്കെ ഉണ്ടാവും പേരുണ്ട് ഇതിൻ്റെ പേര് എന്തോ നീർനായാണത് എല്ലാ സ്ഥലവും പോയി ഇത് അവസാനം ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടി ബസ് ഇറങ്ങി ആ എന്താണ് ഇവിടെ ട്രാഫിക്കോ ഒന്നും ഒരു എന്താ പറയുക ഒന്നിനും പറ്റൂല ഇപ്പോൾ ഉച്ചക്ക് ചെറുതായിട്ട് മഴ പെയ്തു അതിൻ്റെ ഒരു ചെറിയൊരു വെള്ളക്കെട്ടുണ്ടോ ഒരു ചെറിയ മഴ കഴിയുമ്പോഴത്തെ വെള്ളക്കെട്ട് ഓ അസർവ ജംഗ്ഷൻ്റെ അടുത്തുനിന്ന് ഒരു പള്ളി നൂർ മസ്ജിദ് ആ മസ്ജിദിലേക്കാണ് പോകുന്നത് അഹമ്മദാബാദ് പള്ളിയല്ലേ നിങ്ങളൊക്കെ ഉണ്ടാകുക നോക്കട്ടെ പറ്റിയ മാഷാ അല്ലാഹ് നൂർ മസ്ജിദ് എല്ലാം വരുന്നുണ്ട് പള്ളിന്റെ അവസ്ഥ പള്ളിന്റെ അവസ്ഥ പരിതാപകരാണ് അല്ലാഹു അക്ബർ ആ നമ്മളെ കേരളത്തിൽ നിങ്ങളുടെ പള്ളി കാണാൻ തന്നെ ഉണ്ടാവില്ല മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അതായത് ഇവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് നല്ല അടിപൊളി മസ്ജിദാണ് അസർവ ജംഗ്ഷനിലുള്ള അസ്സലാമു അലൈക്കും മാഷ അസ്സലാമു അലൈക്കും
नाम क्या? शमीम अहमद। शमीम अहमद, माशाअल्लाह माशाअल्लाह। अस्सलाम वालेकुम। മാഷാഅല്ലാഹ്. വർക്ക് ചെയ്യില്ല. ഈ പ്ലഗ് അൻസിൽ വെക്കല്. സ്റ്റാർട്ടിങ് ഓടി നടക്കുന്ന ട്രെയിനാണ്. പള്ളിയിൽ ജമാഅത്തൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജമ്മു കശ്മീരൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ പോവുകയാണ് അജ്മീറിലേക്ക്. ഫൈനലി ഞങ്ങൾ അസർവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയും തുടരും.